ഹായ്, ഇന്ന് ഞാനിവിടെ ഒരു തീയലാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളി വെച്ചിട്ടുള്ള ഉള്ളിത്തീയൽ. അപ്പോൾ നമുക്ക് പോവാം. ഞാൻ തേങ്ങ അത് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഒരു മുറി തേങ്ങയുണ്ട്. ഒരു 8 വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി, ഞാൻ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. മല്ലി ഇതിലിടുന്നില്ല വറുക്കാനായിട്ട്. അപ്പോൾ മല്ലിപ്പൊടി അത് നമുക്ക് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതിൽ ഞാൻ ചെറിയ ഉള്ളി മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ. വെജിറ്റബിൾസോ വേറെ ഒരു സാധനം ഉപയോഗിക്കുന്നില്ല, ചെറിയ ഉള്ളി മാത്രം. ഇത് നല്ല പച്ച തേങ്ങയായിപ്പോയി. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഇതാകുമ്പോൾ ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അത് ഇതായി കിട്ടും. തേങ്ങയുടെ ചെറിയ വെള്ളമൊക്കെ ഉള്ളതൊക്കെ അങ്ങ് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒരുമിച്ചപ്പോൾ മൂത്തും കിട്ടും, പെട്ടെന്ന് മൂക്കുകയും ചെയ്യും. അപ്പോൾ നല്ല ചുമന്ന്, നല്ല പണ്ടത്തെ പോലെ നമ്മൾ പണ്ടൊക്കെ വയ്ക്കില്ല, ഇത് ഇരുമ്പ് ചട്ടിയായിട്ടാണ് ഇങ്ങനെ നല്ല മൂത്തത് കേട്ടോ. നമുക്ക് കുറച്ച് പുളി അതിലിട്ട് കൊടുക്കാം. അതിൽ കൂടെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. അപ്പം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തൊക്കെയാണേ, അല്ലെങ്കിൽ ബാക്കി കൂടെ കരിഞ്ഞു പോകും. ഇനി നമുക്കിത് ഒരു പാത്രത്തിൽ കോരി തണുത്ത ശേഷം നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആ ചീനിച്ചട്ടിയിൽ തന്നെ, ആ ഇരുമ്പ് ചട്ടിയിൽ തന്നെ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. നമുക്ക് 2 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാവേ. വേപ്പില ഇടണം, ഇപ്പം ഇല്ല, അതുകൊണ്ട് ഇടുന്നില്ല. ഇനി നമുക്ക് ഇത് ചെറിയ ഉള്ളിയാണ്, ഒരു 250 ഗ്രാം ഉണ്ട്. ഈ ചെറിയ ഉള്ളിയിൽ മാത്രം വയ്ക്കുന്നത് ഭയങ്കര ടേസ്റ്റി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേറെ ഒന്നും ഞാൻ ഇതിലിടുന്നില്ല. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൽ കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് ചെറിയ തീ കിടന്ന് നല്ല ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നമുക്കത് അരച്ചുകൊണ്ട് വരാവേ. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ, നല്ല വരണ്ട് മൂത്ത് നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ അരപ്പൊഴിച്ച് കൊടുക്കാം. പണ്ട് നമ്മൾ അമ്മയൊക്കെ വയ്ക്കുന്നത് ഇതുപോലെ വരട്ടി വയ്ക്കുന്നത് ഒരു 3 ദിവസം വരെയൊക്കെ ഇരിക്കും. കാരണം അന്ന് ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ ഒരിടത്തും. പണ്ട് എൻ്റെ കൊച്ചു കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ വെള്ളം തൊടാതെ ഇങ്ങനെ ഇരുമ്പ് ചട്ടിയിലൊക്കെ അധികം ഇതില്ലാതെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വെച്ചാൽ നമുക്ക് 3-4 ദിവസം വരെ ഈ ഉള്ളിത്തീയൽ എടുക്കാൻ പറ്റും. അതിനാണ് ഇതിൽ പച്ചക്കറി ഒന്നും അപ്പോഴും ഇടില്ല ആളുകൾ. പച്ചക്കറി ഇടുമ്പോഴാണ് പെട്ടെന്ന് കേടാകുന്നത്. അത് നമ്മൾ എത്ര വഴറ്റിയാലും അത് വഴണ്ട് വരില്ലല്ലോ, വേഗത്തല്ലേ ഉള്ളൂ. അപ്പം പൂപ്പ് വരാൻ പെട്ടെന്ന് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അമ്മച്ചിമാരുടെ ചെറിയ ഉള്ളി തീയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്.
അന്നത്തെ പോലത്തെ ടേസ്റ്റ് എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ചട്ടി ഇതായതുകൊണ്ടായിരിക്കും. ഇത് ഭയങ്കര വെയിറ്റാന്നേ, എടുത്ത് വയ്ക്കാൻ നമുക്കിങ്ങനെ എടുക്കാനൊന്നും ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനെടുത്ത് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ഒന്ന് തിളച്ചൊന്ന് ഇതൊന്ന് സെറ്റാക്കിയിട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ചെറിയ ഉള്ളി തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിനി അത് വേറെ പാത്രത്തിൽ ഒഴിച്ചത് നിങ്ങളെ കാണിക്കുന്നില്ല, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റിയാണ്. നല്ല ചൂട് ചോറും തീയലും മാത്രം മതി നമുക്ക്. ഒരു പാത്രമൊന്നുമല്ല, 2 പാത്രം വേണേലും കഴിക്കുന്നവർക്ക് തിന്നാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, താങ്ക് യു.